വീട്ടിൽ നിന്ന് ആരെങ്കിലും നോക്കിയാലേ കാണാതിരിക്കാൻ ഒരു മറ. അമൃത ഇവിടെ നിന്നാ മതി. ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പറയണേ. ആ ചെല്ല് ചെല്ല്. ആ ശിവപാർവതിമാരെ മനസ്സിൽ ധ്യാനിച്ച് നിലവിളക്ക് കൊളുത്തിക്കോളും മോളെ. സർവേശ്വര, ഈശ്വര ഭഗവതി കാത്തുരക്ഷിക്കണേ. മോളെ, ഇന്നത്തെ ദാമ്പത്യ ഐശ്വര്യ പൂജയ്ക്കുള്ള നിവേദ്യം മോളാ ഉണ്ടാക്കേണ്ടത്. കുത്തരി കൊണ്ട് ശർക്കര പൊങ്കൽ ഉണ്ടാക്കണം. ഞാനോ? ആ മോള് തന്നെ. പക്ഷേ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. ഏയ് അതൊന്നും സാരമില്ല അമൃത, ഞാൻ കൂടെ ഒന്ന് സഹായിച്ചോളാം. വേണ്ട വേണ്ട, ഇതേ പൂജയ്ക്കുള്ള പ്രസാദമല്ലേ. ഭാര്യ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കണമെന്ന് പനയംപറ്റ തിരുമേനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആര്? പനയംപറ്റ തിരുമേനി. അതുകൊണ്ട് തന്നെ നിന്റെ സഹായമൊന്നും ഇതില് വേണ്ട. മോള് വിഷമിക്കണ്ട. ശർക്കര പൊങ്കൽ എങ്ങനെ ഉണ്ടാക്കണ്ടെന്നതേ സാവിത്രി പറഞ്ഞു തരും. അതുപോലെ അങ്ങ് ചെയ്താ മതിയെന്നേ. അല്ലെങ്കിലും എല്ലാം അറിഞ്ഞിട്ടാണോ എല്ലാരും ഓരോ കാര്യങ്ങൾ തുടങ്ങണേ? ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് തുടങ്ങാ, അത്ര തന്നെ. അതെ, സാവിത്രി പറഞ്ഞു തരണ കാര്യങ്ങള് അമൃത കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യണം. എങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ട് റെഡ് ഫിനിഷ് ചെയ്യാം. ഭരത, ഞാൻ ശർക്കര പൊങ്കൽ ഉണ്ടാക്കുന്ന കാര്യം പറയാൻ ഉദ്ദേശിച്ചത്. മോണിച്ചല്ലേ. അമ്മേ, ഏട്ടത്തി ഇങ്ങോട്ട് പോകുന്നേ നോക്കിയേ. അമൃതേ, നീ അവിടെ നിന്നേ. അല്ല, എങ്ങോട്ടായി പോകുന്നേ? കിച്ചണിലേക്ക്. ശർക്കര പൊങ്കലേ ഗ്യാസ് അടുപ്പിൽ വെച്ചല്ല ഉണ്ടാക്കേണ്ടത്. പുറത്ത് അടുപ്പ് കൂട്ടി അതിൽ മൺകലം വെച്ച് ഓലച്ചൂട്ട് കത്തിച്ചു വേണം പൊങ്കാല ഉണ്ടാക്കാൻ. കറക്റ്റാ. ഇങ്ങോട്ട് വാ മോളെ, ഇത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എല്ലാം ശരിയാക്കി തരാം. വാ വാ. ഒന്നുമില്ല മോളെ, നമ്മൾ ആറ്റുകാല് പൊങ്കാല ഇടുന്നത് പോലെ തന്നെയാ. ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇട്ടിട്ടില്ല. ആറ്റുകാല് പൊങ്കാല ഇതുവരെ ഇട്ടിട്ടില്ലേ? അയ്യോ, സ്ത്രീകളുടെ ശബരിമലയല്ലേ ആറ്റുകാല്. ഇത്രയും കാലമായിട്ടും അവിടെ പോയി പൊങ്കാല ഇട്ടിട്ടില്ലേ? ചേടാ, അടുത്ത പ്രാവശ്യം പോകുമ്പോ അമൃത എന്തായാലും പൊങ്കാല ഇടണം. ഇത്ര പേടിക്കാനൊന്നുമില്ല. വാ, ആദ്യം ഈ കലത്തില് ഇതിന്ന് കുറച്ച് വെള്ളം എടുത്തു വെക്കണം. വെള്ളം തിളച്ചു കഴിഞ്ഞാ ഇതിന്ന് അരിയെടുത്ത് നല്ലതുപോലെ കഴുകി അതിലേക്ക് ഇടണം. അരി വെന്തു വരുമ്പോ ഈ ശർക്കര അതിലേക്ക് ചീകിയിടണം. പിന്നെ അവസാനം ഈ പഴം ചെറുതായിട്ട് നുറുക്കി അതിലേക്ക് ചേർക്കണം. അത്രേ ഉള്ളൂ. ശരിയെന്നാ. പ്ലീസ്, ഈ അടുപ്പൊന്ന് കത്തിച്ചു തരാമോ? അതാണോ? ഇങ്ങി വാ, അടുപ്പ് കത്തിക്കുന്നേക്ക് നിസ്സാരല്ലേ. ദേ നോക്ക്, കണ്ട, ഇത്രേ ഉള്ളൂ. മോള് ചെയ്തോ. ദേ, തീ കുറയുമ്പോഴേ ഇങ്ങനെ ഊതിയാ മതി. പിടിച്ചോ.
അമൃത പേടിക്കണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ആ ആ കുഴല് ഒരു മിനിറ്റ്. വീട്ടിൽ നിന്ന് ആരെങ്കിലും നോക്കിയാലേ കാണാതിരിക്കാൻ ഒരു മറ. അമൃത ഇവിടെ നിന്നാ മതി. ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പറയണേ. ആ ചെല്ല് ചെല്ല്. ആ ഇവനിത് എവിടെ പോയി? നാത്തൂനെ നാത്തൂന് ആരെയായി ചുറ്റും നോക്കുന്നേ? അല്ല സാവിത്രി, എല്ലാവരും എത്താറായി. അവനിവിടെ, ശ്രീകുട്ടൻ. അവനിവിടെ ഒന്നും കാണുന്നില്ല. ശ്രീനാഥ് കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. ആ, ഞാൻ കുറച്ചു മുമ്പ് അവനെ കണ്ടതല്ലേ. നാത്തൂനെ, ആ ഞാൻ ഇപ്പൊ വരാം. ആ ഇനി ഇത് കഴുകിയിട്ടാ മതി കേട്ടോ. ഈ 5000 മാറ്റി കിട്ടി. ആ ദേ സാവിത്രി വരുന്നു. ദൈവമേ, നിന്നെ ഇന്നോ എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു നീ ഇവിടെ തന്നെ കാണുമെന്ന്. അല്ല അമ്മായി, അത് എന്താ ശ്രീകുട്ട നീ കാണിച്ചേ?